പക്ഷേ അവരെത്ര കരഞ്ഞു പറഞ്ഞിട്ടും ബോട്ട് ഡ്രൈവർ ബോട്ട് എടുക്കാതെ കിട്ടിയ കാശ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഒരു സ്ത്രീ വന്ന് ഈ കാര്യമെല്ലാം അമ്മായിയെ അറിയിക്കുന്നു. വോണാണെങ്കിൽ നല്ല ഉറക്കവുമാണ്. ആ കള്ള ബോട്ട് ഡ്രൈവർ കാരണം മാൻജോങ് നാമിനെ ഉപദ്രവിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒപ്പം അവളെ കുറെ ചീത്തയും വിളിക്കുന്നുണ്ട്. പക്ഷേ പുറകെ കരഞ്ഞുകൊണ്ട് ഇയോണും മിരാനും ഉണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ട് കള്ള കിളവികളും അവിടെ ഒത്തുകൂടി. എങ്ങനെയെങ്കിലും നാമിനെ രക്ഷിക്കാൻ മിരാൻ പറയുമ്പോൾ അമ്മായി പറയുന്നത് നാമിന്റെ നശിച്ച കാല് തല്ലി ഓടിക്കാനാണ്. ഒപ്പം അവളെ കുറെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. മിരാൻ അവസാനം ചുൾജോങ്ങിനോട് അവളെ സഹായിക്കാൻ പറയുമ്പോൾ ആ വൃത്തികെട്ടവൻ അപ്പോൾ അവളെ ഫോഴ്സ് ചെയ്ത് ഫിസിക്കലി അബ്യൂസ് ചെയ്യാനായി കൊണ്ടുപോകുന്നു. ഇതൊക്കെ കണ്ട് ബോട്ട് ഡ്രൈവറും അവിടെ തന്നെയുണ്ട്. ഇയോൺ ആണെങ്കിൽ അമ്മയെ തല്ലുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ മാൻജോങ്ങിനോട് കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആ കൊച്ചിനെ മടിച്ച് അതിനോടും ചൂടാവുകയാണ്. ശരിക്കും ഒരു ഭ്രാന്ത് പിടിച്ച പോലെ അയാൾ കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അവളെ വിടാൻ പറഞ്ഞ് നാം അവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നു. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ വന്ന് നാമിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇയോണിനെ അയാൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിക്കുന്ന നാം ഒരു കല്ലെടുത്ത് മാൻജോങ്ങിനെ എറിയാൻ നോക്കുമ്പോൾ അവളുടെ അടുത്തുണ്ടായിരുന്ന ആ സ്ത്രീ തന്നെ നാമിനെ തള്ളിയിടുന്നു. മാത്രമല്ല അവർ നാമിനോട് അതിന് ദേഷ്യപ്പെടുന്നുമുണ്ട്. അത് കേട്ട് സങ്കടം സഹിക്കവയ്യാതെ നാം ചോദിക്കുന്നത്, ഒരു പെണ്ണിനെ മരണം വരെ കല്ലെറിയാം, പക്ഷേ ആണുങ്ങളെ എറിയാൻ പാടില്ല അല്ലേ എന്നാണ്. പക്ഷെ അവിടെയുള്ള സ്ത്രീകൾക്ക് പോലും നാമിന്റെ വിഷമം കാണാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. അമ്മായി പറയുന്നത് നിന്നെയും നിന്റെ മോളെയും നോക്കിയ നന്ദി നീ കാണിക്കണമെന്നാണ്. അവരെല്ലാവരും ഒരു അച്ഛനില്ലാത്ത കുട്ടിയെ നോക്കിയ പുണ്യാളനായി മാൻജോങ്ങിനെ കാണുമ്പോൾ ഒരു വൃത്തികെട്ട സ്ത്രീയായാണ് നാമിനെ ചിത്രീകരിക്കുന്നത്. പക്ഷെ നാം ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾക്ക് ഇയോണിന്റെ അച്ഛൻ ആരാണെന്ന് പറയാൻ സാധിക്കാത്തതിന്റെ കാരണം അന്ന് ഒന്നിൽ കൂടുതൽ ദുഷ്ടന്മാർ ചേർന്നായിരുന്നു അവളെ റേപ്പ് ചെയ്തത്. ഇതിൽ നാമിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന മാൻജോങ്ങിന് അവളുടെ സംസാരവും ഇഷ്ടപ്പെടുന്നില്ല. അയാൾ അവളെ അടിക്കുകയും ചവിട്ടുകയും എല്ലാം ചെയ്യുമ്പോൾ ചുറ്റിനും കൂടി നിന്നവർ ആ കാഴ്ച കണ്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഇയോൺ മാത്രം അവളുടെ അമ്മയുടെ വേദന മനസ്സിലാക്കി പിടിച്ചു മാറ്റാൻ നോക്കുന്നു. ആദ്യം അവളെ അയാൾ അടിക്കുന്നുണ്ടെങ്കിലും ഇയോൺ അവൾക്ക് പറ്റുന്ന പോലെ മാൻജോങ്ങിന്റെ കാലിൽ കടിക്കുന്നു. അയാൾക്ക് വേദനിക്കുമ്പോൾ അയാൾ വളരെ ശക്തിയിൽ കൊച്ചിനെ തള്ളി നിലത്തിടുമ്പോൾ ആ ഫോഴ്സിൽ നിലത്തേക്ക് വീഴുന്ന ഇയോണിന്റെ തല അവിടെ ഉണ്ടായിരുന്ന കല്ലിൽ ഇടിക്കുന്നു. ആ നിമിഷം സ്വന്തം അമ്മയുടെ കൺമുൻപിൽ വെച്ച് ഇയോണിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. നാം അത് കണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. വെള്ളം കൊണ്ടുവരാനൊക്കെ അമ്മായി പറയുന്നുണ്ട്. എന്നാൽ നാം ഇയോണിന്റെ നെഞ്ചിൽ ചെവിയെല്ലാം വെച്ച് എഴുന്നേൽക്കുക എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മിണ്ടാതെ കുറച്ച് ബീൻ പേസ്റ്റ് പുരട്ടിയാൽ ഇതെല്ലാം മാറുമെന്ന് പറഞ്ഞ് മാൻജോങ് നാമിനെ മാറ്റാൻ നോക്കുന്നു. അപ്പോൾ സ്വന്തം കുഞ്ഞ് ഇനി ഈ ഭൂമിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയ നാം അവരോടെല്ലാം പൊട്ടിത്തെറിച്ച് ഭ്രാന്തമായി പെരുമാറുകയാണ്. അവൾ അവിടെ കിടന്ന് അലറുമ്പോൾ മനുഷ്യത്വമില്ലാത്ത അവരെല്ലാം പുച്ഛത്തോടു കൂടിയാണ് അവിടെ നിന്നത്. അതിനുശേഷം അമ്മായി വിളിച്ചതിനെ തുടർന്ന് ഒരു ഉദ്യോഗസ്ഥൻ ആ ദ്വീപിലേക്ക് വന്നു. അപ്പോഴേക്കും അവരെല്ലാം ചേർന്ന് ഇയോണിനെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. വന്ന ഉദ്യോഗസ്ഥനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ നിർത്താനായിരുന്നു അവരെല്ലാം ശ്രമിച്ചത്. ഇപ്പോൾ ആര് ശ്രമിച്ചാലും മെഡിക്കൽ റിപ്പോർട്ട് നിർബന്ധമാണ് എന്ന് വന്ന ഓഫീസർ പറയുമ്പോൾ അവൾ വഴുതി വീണതാണെന്നും ഒരു ഡോക്ടർ നോക്കിയാലും ഇതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ലല്ലോ എന്നാണ് അവരെല്ലാം പറയുന്നത്. അവർ അയാളെ അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോഴും ഓഫീസറിന് ചില സംശയങ്ങളെല്ലാം മുറിവുകൾ കണ്ട് തോന്നുന്നുണ്ട്. ഒടുവിൽ അമ്മായി കേസെല്ലാം ഒഴിവാക്കാനായി പറയുന്നത്, ഞങ്ങൾ കളവാണ് പറയുന്നതെങ്കിൽ അവളുടെ അമ്മയായ നാം ഇങ്ങനെ വെറുതെ ഇരിക്കില്ലല്ലോ എന്നാണ്. നാം അപ്പോൾ ഇയോണിന്റെ ഒരു ഫോട്ടോയും നോക്കി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഇത്രയും ദാരുണമായ അന്ത്യം ആ കുഞ്ഞിനുണ്ടായിട്ടും കള്ള കിളവികളെല്ലാം ചേർന്ന് അവിടെ തമാശിച്ച് ചിരിക്കുകയാണ്. എന്തു തന്നെയായാലും നടന്ന കാര്യങ്ങൾ സത്യസന്ധമായി നാം ആ ഓഫീസറിനോട് കരഞ്ഞു പറയുന്നു. അത് കേട്ട് ഞെട്ടുന്ന മാൻജോങ് പുതിയൊരു കഥ ഉണ്ടാക്കി. അതായത് രാവിലെ നാം ഇവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ച കാര്യമാണ് പറയുന്നത്. അതിന് സാക്ഷിയായി ബോട്ട് ഡ്രൈവറും അത് ശരിവെക്കുന്നു. അത് സത്യമാണെങ്കിലും പിന്നീട് മാൻജോങ് പറയുന്നത് നാം പോയതിലല്ല അയാളുടെ വിഷമമെന്നും അയാളുടെ മകളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല എന്നുമാണ്. കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾക്ക് കുറച്ച് കാശ് കൊടുത്തു എന്ന് മാൻജോങ് പറയുമ്പോൾ ബോട്ട് ഡ്രൈവർ ആ കാശ് കാണിക്കുന്നു. എന്നാൽ ഇത്രയും കൊല്ലമായിട്ട് അയാൾ നാമിനൊന്നും കൊടുത്തിട്ടില്ല എന്നും ആ കാശ് അവൾ അയാളുടെ പോക്കറ്റിൽ നിന്നും എടുത്തതാണെന്നും പറയുമ്പോൾ അമ്മായി അവളോട് കട്ടെടുത്തിന് ചൂടാക്കുന്നുണ്ട്. മാൻജോങ്ങിനെ പുണ്യാളനാക്കാൻ ആ കിളവികളും ശ്രമിക്കുകയാണ്. പക്ഷേ സത്യം ഇതാണ്, ഇത്രയും നാൾ നാം എല്ലുമുറിയെ പണിയെടുത്തിട്ടും കിട്ടുന്ന കാശെല്ലാം മാൻജോങ്ങിന്റെ കയ്യിലാണ് എത്തുന്നത്. അവൾക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷവും അവിടെയില്ല. ഇത് കേൾക്കുന്ന മാൻജോങ് വളരെ സെന്റിമെന്റലായി സ്നേഹമുള്ള അച്ഛനാണെന്ന് ആ ഓഫീസറുടെ മുന്നിൽ കാണിക്കാൻ ശ്രമിക്കുന്നു. കൂട്ടിന് കള്ള കിളവികളും ഉണ്ടല്ലോ. അയാൾ പറയുന്നത് കുട്ടിയെ കൂടെ നിർത്താനായി ഇയോണിന്റെ തീരുമാനം നോക്കിയെന്നാണ്. അമ്മായി അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് സാധാരണ കുട്ടികൾ അമ്മയുടെ കൂടെയാണ് പോവുക, പക്ഷേ നാമിന്റെ കയ്യിലിരിപ്പ് കാരണം ഇയോൺ തെരഞ്ഞെടുത്തത് അവളുടെ വളർത്തച്ഛനെയാണ് എന്നാണ്. അവൾ മാൻജോങ്ങിനെ മുറുക്കി പിടിച്ച് ഇവിടെ നിർത്താൻ യാചിച്ചു പോലും. അപ്പോൾ നാം ഇയോണിനെ പിടിച്ചു വലിച്ചപ്പോൾ അവൾ താഴെ വീണ് തല പാറയിലിടിച്ചു. ഇതാണ് അയാൾ ഉണ്ടാക്കിയ പുതിയ കഥ. ഇത് സത്യമാണോ എന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ നാം വളരെ ദയനീയമായി അവിടേക്ക് വന്ന വോണിനെ നോക്കുന്നു. അത് കാണുന്ന ഓഫീസർ വോണിനെയും സംഭവം കണ്ടോ എന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും വോണിനെ തുറിച്ചു നോക്കുമ്പോൾ അവൾ കണ്ടില്ല എന്നും അപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നുമാണ് പറയുന്നത്. അത് കേട്ടതും നാമിന്റെ മുഖത്ത് വന്ന അമർഷം വളരെ വലുതായിരുന്നു. ഇതും കേട്ട് എല്ലാം വിശ്വസിച്ച് ഓഫീസർ മടങ്ങുമ്പോൾ അയാൾക്കായി തേനെല്ലാം അമ്മായി കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അയാൾ വോണും ബോട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവളെ കാത്തു നിൽക്കാൻ ഒരുങ്ങുമ്പോൾ കിളവികളെല്ലാം
ചേർന്ന് ധൃതിയിൽ അയാളെ പറഞ്ഞയക്കുന്നു. ഒപ്പം കൈക്കൂലിയായി പണവും കൊടുക്കുന്നുണ്ട്. അവരുടെ പേടി വോണും ഓഫീസറും ഒരുമിച്ച് ബോട്ടിൽ പോയാൽ അവൾ എന്തെങ്കിലും പറഞ്ഞു ഓഫീസറിനെ മനസ്സ് മാറുമോ എന്നായിരുന്നു. ഇതേ സമയം ബാഗെല്ലാം എടുത്ത് പുറപ്പെടാൻ നിൽക്കുന്ന വോണിനെ ആരോ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നത് പോലെ അവളുടെ കാലിൽ ആര് കയറുന്നു. അത് ചെറുപ്പത്തിൽ വോണിന്റെയും നാമിന്റെയും പേര് കൊത്തിവെച്ച തടിയിൽ നിന്നുമായിരുന്നു. അങ്ങനെ അവൾ ലേറ്റ് ആകുമ്പോഴേക്കും ബോട്ട് പോയിരുന്നു. അവളെ കളിയാക്കിക്കൊണ്ട് നാളത്തെ ബോട്ടിൽ പോകാമെന്ന് ആ കിളവികളും പറയുന്നു. പോരാത്തതിന് നാം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കൂട്ടുകാരുടെ ആവശ്യമുണ്ടാകും ആശ്വസിപ്പിക്കാനെന്നും അവർ സെന്റിമെന്റ്സ് പറയുന്നുണ്ട്. ബോട്ടിൽ പോകാൻ പറ്റാത്ത വിഷമത്തിൽ വോണും അവിടെ നിൽക്കുന്നു. നാം മകൾ നഷ്ടപ്പെട്ട വിഷമത്തിൽ ആരോടും ഒന്നും സംസാരിക്കാതെ ഒരു ഭാഗത്തിരിക്കുമ്പോൾ ചുൽജോങ് അവിടെ നിന്ന് ഭക്ഷണമെല്ലാം എടുത്ത് വോണിന്റെ വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കുന്നു. അപ്പോൾ വോൺ പറയുന്നത് നാമിനോട് എന്റെ നന്ദി പറയണം എന്നാണ്. സ്വന്തം മകൾ മരിച്ചിരിക്കുമ്പോൾ ഇവൾക്ക് ഭക്ഷണം കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ മാത്രം മാനസികാവസ്ഥ നാമിനുണ്ടാകുമെന്നാണോ വോണിന്റെ വിചാരം? ഇത് ചുൽജോങ്ങിന്റെ എന്തോ പ്ലാൻ ആകുമെന്ന് ഉറപ്പല്ലേ? അതെ, അവന്റെ പ്ലാൻ തന്നെയായിരുന്നു അത്. അവൻ ആ ഭക്ഷണത്തിൽ ഇല പുഴുങ്ങി അതിന്റെ നീര് ചേർത്തിരുന്നു. അത് കഴിച്ച് ബോധമില്ലാതെ വോൺ കിടക്കുമ്പോൾ വീണ്ടും അവൻ അവളുടെ അടുത്തേക്ക് വരുന്നു. മോശം ഉദ്ദേശത്തോടെ അവൻ അവളെ സമീപിക്കുമ്പോൾ അത് മനസ്സിലാക്കി നാം അങ്ങോട്ടേക്ക് വരികയും അവനിൽ നിന്ന് വോണിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു വോൺ. ചുൽജോങ്ങിനെ അവിടെ നിന്ന് പറഞ്ഞയച്ച ശേഷം ബോധമില്ലാതെ കിടക്കുന്ന വോണിനെ നോക്കി പഴയ കുട്ടിക്കാലം ഓർക്കുകയാണ് നാം. അന്ന് വോണിന് ഒരു ഓടക്കുഴലുണ്ടായിരുന്നു. അത് വായിക്കാൻ വേണ്ടി അവൾ നാമിനെ പഠിപ്പിക്കുമ്പോൾ അതിൽ അഴുക്കാകല്ലേ എന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിലും എന്തോ ഒരു അട്രാക്ഷൻ തോന്നി നാമിന്റെ കവിളിൽ അവൾ ഉമ്മ വയ്ക്കുന്നുണ്ട്. ശേഷം ചുണ്ടിലും കിസ് ചെയ്ത് വോൺ ചിരിക്കുമ്പോൾ അവിടേക്ക് കുറച്ച് ആൺകുട്ടികൾ വരുന്നു. എല്ലാവരും ഏകദേശം ഒരേ പ്രായക്കാരാണ്. പക്ഷെ അവർ വോണിനോട് മോശമായി പെരുമാറാൻ നോക്കുമ്പോൾ അന്നും കൊച്ചു നാം അവളെ സഹായിച്ചിരുന്നു. ആ ആൺപിള്ളേരിൽ മാൻജോങ്ങും ഉണ്ടായിരുന്നു. അന്നേരം വോൺ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിലും അധിക നേരം അവന്മാരുമായിട്ട് പിടിച്ചു നിൽക്കാൻ നാമിന് സാധിച്ചില്ല. അവൾ നിലത്ത് വീഴുകയും അവർ ആ ഓടക്കുഴൽ എടുത്തെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്യുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് തിരിച്ച് നാമിനെ നോക്കാനായി വരുന്ന വോൺ കാണുന്നത് അവരെല്ലാം ചേർന്ന് നാമിനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നതായിരുന്നു. അവൾ അവിടെ അത് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ഉറക്കമെഴുന്നേൽക്കുന്ന വോണിന്റെ വയറെല്ലാം വേദനിക്കുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്നു. നാമാണെങ്കിൽ ലിയോണിനെ അടക്കിയതിന് മുകളിൽ മണ്ണ് കൂട്ടിയിട്ട് നിൽക്കുകയാണ്. അത് കണ്ട് മാൻജോങ് അവളോട് ചൂടാകുന്നുണ്ട്. അയാൾ തേനെല്ലാം പാക്ക് ചെയ്ത് അത് വിൽക്കാനായി പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ അമ്മായി വന്നിട്ട് ബോട്ട് വന്ന കാര്യം പറയുന്നുണ്ട്. കൂടാതെ ആ കിളവി നാമിനോട് മര്യാദക്ക് മഴ വരുന്നതിന് മുമ്പ് ഉരുളക്കിഴങ്ങ് എടുക്കണമെന്നും പറയുന്നു. മാൻജോങ് എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടും നാം അവിടെ നിന്ന് മാറുന്നില്ല. ഒടുവിൽ 2 ജോങ്ങുമാരും കൂടി ബോട്ടിൽ തേൻ വിൽക്കാനായിട്ട് പോയി. കിളവികളെല്ലാം ചേർന്ന് ഉരുളക്കിഴങ്ങ് എടുക്കാനും തുടങ്ങി. ഒപ്പം കഴിക്കാനും കുടിക്കാനും ഉള്ളതെല്ലാം അമ്മായി കൊണ്ടുവന്നിരുന്നു. ഒരൊറ്റ കിളവികൾക്കും പണിയെടുക്കാൻ വയ്യ. അവരെപ്പോഴും ആണുങ്ങളുടെ മേന്മ പറഞ്ഞ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കും. എന്നാൽ ഇന്നൊരു രക്ഷയുമില്ല. കാരണം അവന്മാർ തേനെല്ലാം വിറ്റ് ഇനി അടുത്ത ദിവസം ഇവിടെ തിരിച്ചെത്തുകയുള്ളൂ. പിന്നെയുള്ള ഒരാണ് ഈ കിളവനാണ്. പുള്ളിയിലെല്ലാം തന്നെ ഫുൾ ടൈം കിളി പോയിട്ടിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം വിശ്രമിച്ച് ഫുഡെല്ലാം കഴിക്കുമ്പോൾ നാം മാത്രം നിർത്താതെ പണിയെടുക്കുന്നു. അത് കണ്ടൊരു കിളവി പറയുന്നത് അവൾക്ക് മകൾ പോയ ശേഷം ഭ്രാന്തായ പോലെ ഇല്ലേ എന്നാണ്. എന്നാൽ അമ്മായി ഓരോ ന്യായം പറഞ്ഞ് കുറച്ചുകൂടി ഭക്ഷണം എടുക്കാൻ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴേക്കും കിളവികളെല്ലാം അവിടെ ചിരിച്ചു കളിച്ചിരിക്കുകയാണ്. നാം നിർത്താതെ ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ നാം സൂര്യന്റെ കത്തുന്ന പ്രകാശത്തിൽ നോക്കി എന്തോ മനസ്സിലുറപ്പിച്ച് അവിടെ നിൽക്കുമ്പോൾ ആ കിളവികളും അത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. നാം അതിനുശേഷം അവരുടെ അടുത്തേക്ക് വന്ന് കുപ്പിയിലെ വെള്ളമെല്ലാം കുറെ കുടിച്ച ശേഷം അവരോട് ഇങ്ങനെ പറയുന്നു. ഞാൻ കുറെ നേരം സൂര്യനെ നോക്കി. അത് എന്നോട് സംസാരിച്ചു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭ്രാന്താണെന്ന രീതിയിൽ അവരെല്ലാവരും ചിരിച്ചു. ഉടനെ അവരാരും പ്രതീക്ഷിക്കാത്ത പോലെ നാം കുട്ടയിലുണ്ടായിരുന്ന അരിവാളെടുത്ത് അവരിൽ ഒരാളുടെ കഴുത്ത് വെട്ടുന്നു. ചോര വാർന്നൊലിച്ച് ആ കിളവി മരിച്ചപ്പോൾ അത് കണ്ട് പേടിച്ചൊരാൾ അവിടെ വീണിടത്ത് നിന്ന് ഇഴഞ്ഞു പോകാൻ ശ്രമിക്കുന്നു. അവരെയും കഴുത്തിൽ വെട്ടി നാം കൊല്ലുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന ഒരു സ്ത്രീ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. അപ്പൂപ്പൻ മാത്രം ഒന്നും അറിയാതെ ഇലയും പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് മറ്റേ കിളവി ഓടിപ്പോകുന്ന ശബ്ദം നാം കേട്ടു. ഉടനെ അവൾ അവരെ കണ്ട് പുറകെ വരുമ്പോൾ എന്തിലോ തട്ടി ആ കിളവി നിലത്ത് വീണു. അവരുടെ അടുത്തെത്തിയതിനു ശേഷം നാം പറയുന്നത് സൂര്യൻ അവളോട് പറഞ്ഞത് അവൾ പിന്മാറുകയാണെങ്കിൽ നാം ഒരു രോഗിയാക്കി പോകുമെന്നായിരുന്നു. അതും പറഞ്ഞ് നാം അവസാനത്തെ സ്ത്രീയെയും വെട്ടുന്നു. അതിനുശേഷം എല്ലാവരെയും കൊന്ന സംതൃപ്തിയിൽ നാം അവിടെ ഇരിക്കുമ്പോൾ ഭക്ഷണങ്ങളുമായി അമ്മായി അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ അമ്മായിയെ നാം കാണുന്നതിന് മുൻപേ അവരെയെല്ലാം കൊന്ന് നാം അവിടെ ഇരിക്കുന്ന കാര്യം അമ്മായിക്ക് മനസ്സിലായി. അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പിന്നീട് മഴ പെയ്യാൻ തുടങ്ങി. നാം എല്ലാവരുടെയും മൃതദേഹം ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നിടത്ത് കുഴിച്ചിട്ടു. ശേഷം അമ്മായിയെയും തിരിഞ്ഞ് വീട്ടിൽ പോയെങ്കിലും അവർ അവിടെ ഉണ്ടായിരുന്നില്ല. നേരം ഇരുട്ടിയപ്പോഴും നാം അവരെ തിരഞ്ഞ് അവിടെ എല്ലാം നടന്നു. പക്ഷേ അമ്മായി അവിടെ പേടിച്ച് പുല്ലുകൾക്കിടയിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോൾ വോൺ തിരിച്ചു പോകാനായി ബാഗെല്ലാം പാക്ക് ചെയ്ത് ഫോണിലെ റേഞ്ച് കിട്ടുന്ന സ്ഥലവും നോക്കി നടക്കുകയാണ്. നാം ആണെങ്കിൽ അരിവാളെല്ലാം മൂർച്ച കൂട്ടി കത്രികയുമായി അപ്പൂപ്പൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. റേഞ്ച് കിട്ടാതെ വോൺ ചെന്ന് അവിടെയുള്ള പോസ്റ്റിലേക്ക് നോക്കുമ്പോൾ കണക്ടിംഗ് വയറെല്ലാം മുറിച്ചിട്ടിരിക്കുകയാണ്. അതും നാമിന്റെ പണിയാകാം. നാം അപ്പൂപ്പനെ രാവിലെ തന്നെ മുടിയൊക്കെ വെട്ടിക്കൊടുക്കുമ്പോൾ അമ്മായി വന്ന് വോണിനെ വായ പൊത്തുന്നു. അമ്മായി വളരെയധികം പേടിച്ച് വിറക്കുകയാണ്. പക്ഷേ വോണിനോടൊന്നും
പറയാനും സാധിക്കുന്നില്ല. ഒടുവിൽ വോൺ നിർബന്ധിക്കുമ്പോൾ അമ്മായി പറയുന്നത് നാമിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്നും ഇതുപോലുള്ള സമയത്താണ് നമുക്കിവിടെ ആണുങ്ങളെ വേണ്ടതെന്നുമാണ്. ബോട്ടുടനെ വരുമെന്നും ആണുങ്ങൾ തിരിച്ചെത്തും വരെ അമ്മായിക്ക് പിടിച്ചു നിൽക്കണമെന്നും പേടിച്ചിരണ്ടവർ പറയുമ്പോൾ അവിടെ കരുവാളുമായി നാം വരുന്നു. അവൾ വന്നയുടനെ വോണിനെ അടിച്ച് നിലത്തിടുകയാണ്. അമ്മായി ഓടുമ്പോൾ അവരുടെ പുറകെ തന്നെ നാമും നടക്കുന്നു. അങ്ങനെ നടന്ന് അമ്മായി എത്തുന്നത് പാറയുടെ മുകളിലാണ്. അവിടെ അറ്റത്തെത്തുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാം തൊട്ടു മുൻപിൽ ഉള്ള പോലെ തോന്നുന്നു. ഉടനെ അമ്മായി കയ്യിലുള്ള വാളെടുത്ത് അവൾക്ക് നേരെ വീശുമ്പോൾ അവിടെയായിരുന്നില്ല നാം നിന്നിരുന്നത്. പേടിച്ച് കിളവിയുടെ സ്വബോധം നഷ്ടപ്പെട്ടതുകൊണ്ട് ഉണ്ടായ തോന്നലായിരുന്നു അത്. അമ്മായി അവിടെ വായുവിൽ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവർക്കെന്തു പറ്റിയെന്ന പുച്ഛത്തിൽ നാം മുന്നോട്ട് നടക്കുകയായിരുന്നു. അവസാനം അമ്മായിയുടെ കയ്യിലുണ്ടായിരുന്ന അരിവാൾ പിടി ഒടിഞ്ഞു വീണപ്പോൾ അമ്മായി ഒരു നിമിഷം പേടിക്കുന്നുണ്ടെങ്കിലും ബോട്ടിന്റെ ശബ്ദം കേൾക്കുന്നതും അവരുടെ അഹങ്കാരം കൂടി. ആണുങ്ങൾ വരുന്നുണ്ടെന്ന് കാണുന്ന അമ്മായി നാമിനി തീർന്നു എന്ന ധൈര്യത്തിൽ പറയുന്നത് അവർ 15 വയസ്സുള്ളപ്പോൾ ഈ ദ്വീപിൽ വന്നതാണെന്നും 50 കൊല്ലം ഇവിടെ ജീവിച്ചു എന്നുമാണ്. പോരാത്തതിന് നാമിനോട് ഇവിടെ നിൽക്കാനും ആണുങ്ങളെയും കൂട്ടി ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അമ്മായി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. ഇതേ സമയം ബോട്ടിന്റെ ശബ്ദം കേട്ട് ബോധം കെട്ട് കിടന്നിരുന്ന വോണും എണീറ്റു. പക്ഷെ അമ്മായി വീണത് വെള്ളത്തിലേക്കായിരുന്നില്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പാറക്കല്ലിലേക്കാണ്. അവിടെ തലയടിച്ച് അമ്മായി സ്പോട്ടിൽ തീർന്നു. ഈ ശബ്ദം കേട്ട പോലെ മാൻജോങ്ങിന് തോന്നുന്നുണ്ടെങ്കിലും മറ്റ് രണ്ടുപേരും കേൾക്കാത്തത് കൊണ്ട് തോന്നലായിരിക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ട് അയാൾ നാമിന്റെ കുറ്റവും പറഞ്ഞ് വെള്ളമടിക്കാൻ വേണ്ടി ബോട്ട് ഡ്രൈവറെയും വിളിച്ച് ഇറങ്ങുകയാണ്. അമ്മായി ചത്തുകിടക്കുന്നത് കണ്ട് നാം പറയുന്നത് ഈ അമ്മായി കണ്ണട വെച്ചാൽ മതിയായിരുന്നു എന്നാണ്. അതിനുശേഷം ചുൾജോങ് മുഖം കഴുകാനായി ശുദ്ധജലമുള്ള ഒരിടത്ത് ഇരിക്കുമ്പോൾ അവിടേക്ക് നാം വരുന്നു. അയാൾക്ക് അപ്പോഴും സ്ത്രീകളോട് മോശമായ മനോഭാവമാണുള്ളത്. അയാൾ സാധാരണ പോലെ അവളോട് മോശമായി ബിഹേവ് ചെയ്യുമ്പോൾ നാം അവന്റെ കഴുത്തിൽ അരിവാൾ വെക്കുന്നു. അവനതൊരു തമാശയായി കാണിച്ചിരിക്കുമ്പോൾ അവൾ ആ കഴുത്ത് അരിവാൾ വെച്ച് അരിഞ്ഞെടുക്കുന്നു. നാമിന്റെ കയ്യിൽ ചുൾജോങ്ങിന്റെ തലയിരിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് വോണും കരഞ്ഞു പേടിച്ചോടുകയാണ്. പുറകെ നാമുണ്ട്. ഇതേസമയം ഉരുളക്കിഴങ്ങെല്ലാം മഴയത്ത് നശിഞ്ഞു കിടക്കുന്നത് കണ്ട് എല്ലാവരെയും വായിൽ തോന്നുന്നത് പറഞ്ഞ് അവിടെ നോക്കുകയാണ് മാൻജോങ്. കൂടെയുള്ള ബോട്ട് ഡ്രൈവറിന് എന്തോ നാറുന്ന സ്മെല്ലും തോന്നുന്നുണ്ട്. പോരാത്തതിന് അയാളുടെ ഫോൺ നോക്കുമ്പോൾ അതിൽ ഔട്ട് ഓഫ് സർവീസ് ആണ് കാണിക്കുന്നത്. അപ്പൂപ്പൻ മാത്രം അതുപോലെ ഇരിപ്പുണ്ട്. അത് കണ്ട് ബോട്ട് ഡ്രൈവർ അപ്പൂപ്പനെ കുറിച്ച് മാൻജോങ്ങിനോട് പറയുന്നത് അയാൾ ഒരുപാട് വർഷം ജീവിക്കുമെന്നാണ്. മുൻപ് കൊടുങ്കാറ്റിൽ ഇവിടെയുള്ള ഒരുപാട് പേർ മരിച്ചപ്പോഴും ഇയാൾക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അയാളെ കളിയാക്കുന്നുമുണ്ട്. അതും പറഞ്ഞ് അവർ അവിടെയുള്ള ഉരുളക്കിഴങ്ങിൽ ചവിട്ടുമ്പോൾ നേരത്തെ മരിച്ച കിളവികളുടെ രക്തം അതിൽ നമുക്ക് കാണാം. അതൊന്നും അറിയാതെ അവർ രണ്ടുപേരും തമാശ പറഞ്ഞ് നടക്കുമ്പോൾ നാമിനെ പേടിച്ചോടുന്ന വോൺ അവരെ കാണുന്നു. അവർ രണ്ടുപേരും വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെയുള്ള ഉറവയിൽ നിന്നും വെള്ളം എടുക്കുമ്പോൾ അതിലേക്കെന്തോ വീണ പോലെ തോന്നി ബോട്ട് ഡ്രൈവർ മുകളിലേക്ക് നോക്കുന്നു. അപ്പോൾ മരത്തിന്റെ മുകളിൽ ചുൾജോങ്ങിന്റെ തല കണ്ട് അവൻ സ്റ്റെക്കായി നിൽക്കുമ്പോൾ അവിടേക്ക് നാം അരിവാളുമായി വരുന്നു. അതേസമയം അവരെ രക്ഷിക്കാൻ വേണ്ടി വോൺ അവരെ ഉറക്കെ വിളിക്കുമ്പോൾ നാമിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ മാൻജോങ്ങിന് സാധിക്കുന്നുണ്ട്. എന്നാൽ ബോട്ട് ഡ്രൈവറുടെ കയ്യിൽ ഒരു 1.5 വെട്ട് കിട്ടുന്നു. നാം മാൻജോങ്ങിനെ ആക്രമിക്കാൻ നോക്കുമ്പോൾ അവൻ അവളെ നേരിടുന്നു. അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ച് നാമിനെ ചവിട്ടി വെള്ളത്തിലേക്ക് ഇടുകയാണ് അയാൾ. ആ നിമിഷത്തെ ഗ്യാപ്പിൽ ബോട്ട് ഡ്രൈവർ അയാളുടെ ബോട്ടിലേക്ക് പോകുന്നു. കയ്യിൽ വെട്ടുകിട്ടിയ നല്ല വേദനയുമുണ്ട്. ബോട്ടിലുള്ള ഡിവൈസ് ഉപയോഗിച്ച് ആരെയെങ്കിലും കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതും ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം മാൻജോങ് നാമിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൈ രണ്ടും പിറകിൽ കെട്ടിയിട്ട് എന്തിനാണ് അവരെല്ലാം കൊന്നതെന്ന് ചോദിച്ച് അവളെ ചവിട്ടുകയാണ്. വോണും അവിടെ നിൽപ്പുണ്ട്. അയാൾ ചോദിക്കുന്നത് ഇതിലും നല്ലത് നിനക്ക് സ്വയം മരിച്ചാൽ പോരെ എന്നാണ്. പക്ഷെ നാമിനെ മരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അവൾ ജീവിക്കും. പക്ഷെ ഇതിനെ തുടർന്ന് അവർ തമ്മിൽ വലിയ വാഗ്വാദം നടക്കുമ്പോൾ നാമിനെ പോലീസിൽ ഏൽപ്പിച്ചാൽ മാൻജോങ് ചെയ്ത എല്ലാ വൃത്തികേടുകളും അവർ അവളോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ മാൻജോങ് അടുത്ത പ്ലാൻ എടുത്തു. അതായത് നാമിനെ കൊന്നിട്ട് അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയാമല്ലോ. അയാൾ അതിനുവേണ്ടി വലിയൊരു കത്തിയെടുത്ത് വരുമ്പോൾ വോൺ അയാളെ തടുക്കാൻ നോക്കുന്നു. അതുകൊണ്ട് അയാൾ വോണിനെയും അടിക്കുന്നുണ്ട്. മാത്രമല്ല വോണിനെ കൊന്ന ശേഷം അത് നാമിന്റെ തലയിലാക്കിയാലോ എന്നും മാൻജോങ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ വോണിനെ പുതിയ ഭാര്യയാക്കിയാലോ എന്നും പറഞ്ഞ് അയാൾ ആ കത്തി നാമിനെ നേർക്ക് നീട്ടുമ്പോൾ ഭർത്താവിന്റെ വീക്ക്നെസ് അറിയാവുന്ന നാം അവനെ പ്രലോഭിപ്പിക്കാനായി അവന്റെ മുൻപിൽ നാടകം കളിക്കുന്നു. ആ കെണിയിൽ അയാൾ ശരിക്കും വീഴുന്നുണ്ട്. അങ്ങനെ അവൾ അവന്റെ വിരൽ കടിച്ച് പറിച്ചെടുക്കുമ്പോൾ ആ വേദനയിൽ അവളെ കൊല്ലാനായി അയാൾ ഒരു കോടാലി എടുക്കാൻ നോക്കുന്നു. പക്ഷെ നാം അപ്പോൾ വായ കൊണ്ട് താഴെ കിടന്നിരുന്ന കത്തിയെടുത്ത് അവന്റെ നേർക്ക് വരികയായിരുന്നു. മാൻജോങ് കോടാലി നാമിന് നേരെ വീശാൻ നോക്കുമ്പോഴേക്കും അവൾ അവന്റെ വയറ്റിൽ ആ കത്തി കുത്തിയിറക്കി. എന്നിട്ടും അയാൾ അവളെ അടിച്ച് നിലത്തിട്ട് കത്തിയൂരാൻ നോക്കുന്നുണ്ട്. ഒരുപാട് രക്തം വാർന്നൊലിക്കുമ്പോഴും ഇതെല്ലാം കണ്ട് വോൺ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോഴേക്കും നാം അവളുടെ കയ്യിലേക്കിട്ട് പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് മാറ്റി ആ കത്തിയെടുത്ത് മാൻജോങ്ങിനെ വെറി പിടിച്ച പോലെ വെട്ടിക്കൊണ്ടേയിരുന്നു. അവളുടെ ദേഷ്യമെല്ലാം അടങ്ങുന്നത് വരെ അവൾ അത് ചെയ്തു. അതിനിടയിൽ ആ ബോട്ട് ഡ്രൈവർ അവിടേക്ക് വന്നിരുന്നു. ഈ കാഴ്ച കണ്ട് ഉള്ള ജീവനും കൊണ്ട് അയാളും വോണും അവിടെ നിന്നോടി. നാം ആണെങ്കിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാൻജോങ്ങിനോട് വളരെ സ്നേഹത്തോടെ അവൻ പറയാറുള്ള ഡയലോഗ് തിരിച്ചടിക്കുന്നു. അതായത് വേദനയുണ്ടെങ്കിൽ കുറച്ച് ബീൻ പേസ്റ്റ് പുരട്ടിത്തരാം
തരാമെന്ന്. അവൻ അവളെ മുറിവേൽപ്പിച്ച ശേഷം ഇത് തന്നെയല്ലേ പറയാറ്. അവൾ അവനെ വലിച്ചിഴച്ച് അവന്റെ ശരീരത്തിലേക്ക് കലിയടങ്ങുന്നത് വരെ ബീൻ പേസ്റ്റ് എറിഞ്ഞ് തേച്ചുകൊണ്ടേയിരുന്നു. ബോട്ട് ഡ്രൈവറും വോണും പേടിച്ചോടുന്നതിനിടയിൽ വീഴുന്നുണ്ട്. പക്ഷെ ആ വേദനയെക്കാളും കൂടുതൽ അവരെ പേടിപ്പിക്കുന്നത് ബോട്ട് സ്റ്റാർട്ട് ആകാത്തതായിരുന്നു. അയാൾ കുറെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വോൺ നോക്കുമ്പോഴാണ് അത് സ്റ്റാർട്ട് ആകുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നാം വന്നിരുന്നു. അവളിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നാശ്വസിക്കുന്ന അവർക്ക് തെറ്റി. കാരണം ബോട്ട് കരയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതഴിക്കാൻ അയാൾ ഇറങ്ങുമ്പോൾ അവനെ നാം പിടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ട് അയാൾ ബോട്ടിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ സോർത്തയായ വോൺ അയാളെ കയറ്റാൻ നിൽക്കാതെ ബോട്ട് എടുത്തു പോകുന്നു. അപ്പോൾ നാമും അയാളും വെള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. തിരിഞ്ഞു നോക്കുന്ന വോൺ കാണുന്നത് ആ വെള്ളത്തിൽ നിറഞ്ഞ ചോരയായിരുന്നു. രണ്ടുപേരും തീർന്നു എന്ന ആശ്വാസത്തിൽ അവൾ പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ദ്വീപിനപ്പുറത്തെ ബോട്ട് ജെട്ടിയാണ്. അവിടെ മൂഡു ദ്വീപിലേക്ക് വരാൻ പറഞ്ഞ ഒരു കോൾ വരുന്നു. ഒരു ബോട്ട് ഡ്രൈവർ അവിടേക്ക് പോകുന്നുണ്ട്. വിളിച്ചത് നാമായിരുന്നു. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ വോണിന്റെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഉണ്ടായിരുന്ന മേക്കപ്പ് സെറ്റും ഉപയോഗിച്ച് വേറൊരു ഗെറ്റപ്പിലാണുള്ളത്. ഇനി ഈ മൂഡു ദ്വീപിൽ ജീവനോടെ ഉള്ളത് ആ അപ്പൂപ്പൻ മാത്രമാണ്. എന്തായാലും നാം വോണിന്റെ പെട്ടിയും സാധനവും എല്ലാം എടുത്ത് സിയോളിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഇപ്പോൾ വന്ന ബോട്ട് ഡ്രൈവർ അവളോട് നോർമലായാണ് സംസാരിക്കുന്നത്. മാത്രമല്ല അവൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾ അവളെ സഹായിക്കുന്നുമുണ്ട്. നാം വളരെയധികം പേടിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ അയാൾ അവളോട് സിയോളിലേക്ക് പോകുന്ന ബസ്സുള്ള സ്ഥലം പറഞ്ഞ ശേഷം അവൾ കൊടുത്ത കാശിൽ നിന്നും കുറച്ച് തിരിച്ചു കൊടുക്കുന്നു. ആദ്യമായിട്ടാണ് അവളോട് ഒരാൾ ഇത്രയും നന്നായി പെരുമാറുന്നത്. അത് നാമിന് വലിയൊരു അത്ഭുതമായിരുന്നു. നല്ല ആളുകളും ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ നാം ബോട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഹീൽസ് ഇട്ട് ശീലമില്ലാത്തത് കൊണ്ട് നിലത്ത് വീഴുന്നുണ്ട്. അപ്പോഴാണ് വോൺ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബോട്ട് അവിടെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് അവൾ കാണുന്നത്. ഇപ്പോൾ വോൺ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ്. ആ ബോട്ട് പരിശോധിക്കുന്ന ഓഫീസേഴ്സ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ മൂഡു ദ്വീപിൽ പോകുന്ന കാര്യവും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അതായത് ഇയോൺ മരിച്ച സമയത്ത് വോൺ വീട്ടിൽ ഉറങ്ങുകയാണെന്നായിരുന്നു അവൾ പറഞ്ഞത്. പക്ഷേ അന്ന് ആ കാഴ്ചയെല്ലാം കണ്ട് വോൺ അവിടെ മുകളിലുണ്ടായിരുന്നു. വോണിനെ നാമും അപ്പോൾ കണ്ടിരുന്നു. കാര്യമോർത്ത് ഉറക്കമിണിക്കുന്ന വോൺ കൈവിലങ്ങണിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെ ഒരു മുറിയിലാണുള്ളത്. തൊട്ടടുത്ത് നാമും ഉണ്ടായിരുന്നു. നാമിനെ കണ്ട് പേടിക്കുന്ന വോൺ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വലിയൊരു ആയുധമെടുത്ത് പുറകെ നാമുമുണ്ട്. താഴെയുള്ള ഓഫീസറിനെ നാം ഓൾറെഡി അടിച്ച് ബോധം കെടുത്തിയിരുന്നു. അയാളുടെ അടുത്തേക്ക് ചെല്ലുന്ന വോണിനെയും നാം ആയുധം കൊണ്ട് അടിച്ചു കൊല്ലാൻ നോക്കുന്നുണ്ട്. അവൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി ഡോറിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോർ ലോക്ക്ഡ് ആണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടി വോൺ നാമിനെ കയ്യിൽ കിട്ടുന്നതൊക്കെ വെച്ച് അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഒരു രക്ഷയുമില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സെല്ലിൽ കയറി അത് ലോക്ക് ചെയ്ത് കീ എടുക്കുന്നു. പക്ഷേ അവിടെ മുറിവേറ്റ് കിടക്കുന്ന ഓഫീസറിന്റെ പോക്കറ്റിൽ നിന്നും നാമിനും സ്പെയർ കീ കിട്ടുന്നുണ്ട്. അവൾ അതെടുത്ത് അവരുടെ പണ്ടത്തെ ഓടക്കുഴൽ വോണിന് കൊടുത്ത് അത് വായിക്കാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നാമിന് പ്രതികാരം വീട്ടേണ്ടത് വോണിനോട് മാത്രമാണ്. കാരണം അവളും നാമിനോട് ഒരു കരുണയും കാണിക്കാതെ അവരിൽ ഒരാളായി മാറി. ഇപ്പോൾ സ്നേഹത്തോടെ ആ ഓടക്കുഴൽ വായിക്കാൻ പറഞ്ഞ് നാം ആ സെൽ തുറക്കുമ്പോഴേക്കും അവിടെ ബോധമില്ലാതെ കിടന്നിരുന്ന ഓഫീസർ നാമിനെ നേരെ ഷൂട്ട് ചെയ്യുന്നു. ആ ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന വലിയ ചുറ്റികയെടുത്ത് അവൾ അയാളെ അടിച്ചു കൊല്ലുന്നു. അതിനുശേഷം വെടികൊണ്ട വേദനയിലും ഇഴഞ്ഞു വന്ന് ചുറ്റികയെടുത്ത് വോണിനെ ആക്രമിക്കാൻ നോക്കുമ്പോഴേക്കും അവൾ കയ്യിലുണ്ടായിരുന്ന അതേ ഓടക്കുഴൽ ഒടിച്ച് നാമിന്റെ കഴുത്തിൽ കുത്തുന്നു. നാമിന്റെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകുമ്പോൾ വോൺ അത് കണ്ട് പേടിച്ചലറുന്നുണ്ടായിരുന്നു. പക്ഷേ നാമാണെങ്കിൽ അവസാനത്തെ ആഗ്രഹം പോലെ ആ ഓടക്കുഴൽ വലിച്ചൂരി വോണിന്റെ മടിയിൽ കിടന്ന് അത് അവളുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ആ അവസാന നിമിഷത്തിൽ വോണിനോടുള്ള ദേഷ്യം മറന്ന് പഴയ കൂട്ടുകാരിയോടുള്ള സ്നേഹം കൊണ്ട് അവർ ഒരുമിച്ച് പാടിയ പാട്ട് നാം പാടുകയാണ്. അങ്ങനെ അവളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ വോണിന് അതൊരു പശ്ചാത്താപത്തിന്റെ നിമിഷമായിരുന്നു. മൂഡു ദ്വീപിലുണ്ടായിരുന്ന എല്ലാ മനുഷ്യരും ഇല്ലാതായി. ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അപ്പൂപ്പനും മരിച്ചു വീണു. സിയോളിലെത്തുന്ന വോൺ തിരിച്ചറിവുകളും കുറ്റബോധവും കാരണം അന്നത്തെ പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ പോലീസിന് മൊഴി കൊടുക്കുന്നു. ആ ക്രിമിനൽസ് തന്നെയാണത് ചെയ്തതെന്ന് പറയുമ്പോൾ അവർ അവളെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വോണിന്റെ മുഖത്ത് മുൻപുണ്ടായിരുന്ന ഭയം തീരെയില്ലായിരുന്നു. വീട്ടിലെത്തിയ വോൺ പണ്ട് നാം അയച്ചിരുന്ന കത്തുകൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് എടുത്തു നോക്കുന്നു. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയൊക്കെയാണ്: പ്രിയപ്പെട്ട ഹായ് വോൺ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. കാരണം എന്നെ സഹായിക്കാൻ നീ മാത്രമേയുള്ളൂ എന്ന് നിന്റെ കൂട്ടുകാരി ബോക്നാം. മുൻപ് ഒരു തവണയെങ്കിലും ഇതൊന്ന് വായിച്ച് നാമിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ നഷ്ടബോധത്തിലും തിരിച്ചറിവിലും കിടക്കുന്ന വോണിനെ കാണിച്ച് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം തെരഞ്ഞു പിടിച്ച് കണ്ട ഒരു കൊറിയൻ ചിത്രമാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കൂടിയാണത്. ചിലപ്പോഴൊക്കെ നാമിന്റെ ഈ പ്രതികാരം അത് നമ്മുടേത് കൂടിയാണെന്ന് തോന്നലുണ്ടാക്കാൻ ഈ മൂവിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂവി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ കഥയെ നന്നായി അവതരിപ്പിക്കാനും അതിനോട് 100% നീതി പുലർത്താനും കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും അത് കമന്റിൽ പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.